ആദർശേട്ടൻ ഗൾഫിൽ പോയപ്പോ താൽക്കാലികമായിട്ട് ആ കസേരയിൽ ഇരുന്നേ ഞാൻ. അതുപോലെ ഏട്ട ഇല്ലാത്തതുകൊണ്ട് മാത്രം താൽക്കാലികമായിട്ട് മൂർത്തി സ്റ്റുഡിയോയുടെ MD സ്ഥാനം ഏറ്റെടുക്കാൻ ഞാൻ. എത്രയും പെട്ടെന്ന് ഏട്ട മടങ്ങി വരണം. അതിനെന്തായാലും സമയമെടുക്കും. പെട്ടെന്നൊരു മടങ്ങി വരെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നീ പുറത്തുനിന്ന് പൊരുതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എടാ, ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം. എന്തും ചെയ്തു തരാൻ ഞങ്ങൾ ഒരുക്കുക. അച്ഛനും ഇളയച്ചനും ഇപ്പൊ ഇവരെ കമ്പനിയിൽ സഹായിക്കാൻ വേണ്ടത്. ഇവന് ധൈര്യം കൊടുത്ത് ഏത് നേരം കൂടെ വേണം. കമ്പനിയെ തകർക്കുന്നത് ആരായാലും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട് വിട്ടു പോകുന്നത്. ഇവൻ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി നമുക്കൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ മേൽ വിജയം നേടിയേ പറ്റൂ. അത് എത്ര നാളുകൊണ്ട് സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അവസാന നിമിഷം വരെ ഞാൻ പറഞ്ഞു നോക്കിയതാ എനിക്ക് ഈ മുൾക്കിരീടം തരരുതെന്ന്. പക്ഷേ മുത്തശ്ശൻ കേട്ടില്ല. എടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്? നീ നിന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കണം. നീ നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. എടാ, അച്ഛൻ പറഞ്ഞില്ലേ രാമായണത്തിലെ കഥ, അതുപോലെ അങ്ങ് പോയാൽ മതി. എന്തെങ്കിലും ഒരു ദിവസം ആദർശ തിരിച്ചെത്തും. അന്ന് നീ ഇവന് MD കസാര കൈമാറുമ്പോഴേ നമ്മുടെ പഴയ പ്രതാപത്തിൽ നീ തിരിച്ചു വന്നിരിക്കണം. ഇപ്പോഴും പ്രതാപത്തിനൊന്നും കോട്ടം തട്ടിയിട്ടില്ല ഇളയച്ച. പഴയതിനേക്കാളും കുറച്ച് താഴെ പോയി. എന്നുവെച്ച് മൂർത്തി ജ്വല്ലറിയുടെ പേരും പെരുമയും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ എന്നും തലപ്പത്തായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം നേരിടുന്ന പ്രശ്നം തന്നെയത്. പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ ആയി പോകുമ്പോ അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാരും പറയുന്നത് ഒരുപാടങ്ങ് വളർന്നു കഴിഞ്ഞാൽ വീഴ്ചയുടെ ആഘാതം അങ്ങ് ഇരട്ടിയാവുന്നു. ഇതുവരെ നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് ഇതുപോലൊരു പതനം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കമ്പനി പരാജയപ്പെടുമ്പോ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, അച്ഛന് ബിസിനസ് ആണ് മസ്റ്റ്. അതിനൊപ്പം നമ്മുടെ കുടുംബവും. രണ്ടും ബാലൻസ് ചെയ്തില്ലെങ്കിൽ അച്ഛന്റെ ബാലൻസ് തെറ്റും. പറഞ്ഞു കേട്ടല്ല, മുത്തശ്ശന്റെ മനസ്സമാധാനത്തിന് വേണ്ടി നീ ഇന്ന് മുതൽ നിന്റെ കടമകൾ ചെയ്യണം. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാം. ഏട്ടാ മോളെ, കൂടുതൽ അലച്ചിലൊന്നും വേണ്ട. ശരീരമൊക്കെ നോക്കണം. ശരി അച്ഛാ. ഞങ്ങൾ പോയിട്ട് വരാം മോനെ. ശരി ശരി മോനെ. ആദർശേട്ടാ, ക്ഷേത്രത്തിൽ പോണം. എനിക്ക് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. രാവിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ട് അവന് നല്ല ആത്മവിശ്വാസവും ധൈര്യവും കിട്ടണേന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇത് അവൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം. ഇവിടെ അവൻ വിജയിച്ച എന്നെങ്കിലും ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എന്റെ ജോലിഭാരം പകുതിയാവും. അവൻ ഇതുവരെ 5 or 6 ബ്രാഞ്ച് മാത്രം നോക്കി നടത്തിയ കൂട്ടത്തില് ഇപ്പോ ഒരു കമ്പനി മുഴുവനാ അവന്റെ അണ്ടറിൽ വരുന്നത്. അത് വലിയൊരു എക്സ്പീരിയൻസ്. ഇനി നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം. അവൻ കമ്പനിയിൽ പ്രവേശിച്ച ശേഷം കമ്പനി ഒരുപാട് വളർന്നു പോയെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. പക്ഷേ വിഷുവിന് മുമ്പൊന്നും നടക്കില്ലല്ലോ. വിഷു പൊക്കോട്ടെ, അതിന് പിന്നാലെ ഒരുപാട് ആഘോഷങ്ങൾ വരില്ലേ? അവിടെയൊക്കെ നമ്മള് നമ്പർ 1 പൊസിഷനിലേക്ക് തിരിച്ചു വരണം. നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിക്കുന്നത്? ആദർശ് പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ഒരിക്കലും ഞാൻ ഈ കസേര ആഗ്രഹിച്ചിട്ടില്ല വലിയച്ഛ. അതൊക്കെ ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേകത അത്. അഭിയൊഴിച്ച് ആ വീട്ടിൽ ആരും സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. അഭി പിന്നെ അനന്തപുരിയിലെ ബ്ലഡ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ആദർശിന്റെ അഭാവത്തില് നീ ഈ കസേര ഇരിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ് മോനെ. അങ്ങനെ തന്നെയാ വേണ്ടത്. ആദർശേട്ട ഇപ്പോഴൊരു യാത്രയിലാണെന്ന് പറഞ്ഞു. ആ യാത്രയുടെ അവസാനം കണ്ടെത്തേണ്ടതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ തിരികെ വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ എന്നെ ആരും നിർബന്ധിക്കരുത് ഈ കസേര ഇരിക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നീ ഇപ്പൊ ഇവിടെ ഇരിക്കേ. ശരി. നീ ഇപ്പൊ ഈ കാണിക്കുന്ന സങ്കടവും വിഷമവും അത് തന്നെയാ നിന്റെ ഏട്ടനോടുള്ള നിന്റെ സ്നേഹം. ഇന്നത്തെ കാലത്ത് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ ഏട്ടനെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ ഏട്ടനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഏട്ടന് വേദനിച്ചാലും എനിക്ക് സുഖം സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഏട്ടൻ. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരിക്കലും ഏട്ടൻ അർഹതപ്പെട്ടതൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. എടാ, നീ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. നിന്റെ മുത്തച്ഛന്റെയും ഏട്ടന്റെയും പേര് കളയാതിരിക്കാൻ നോക്കുക. അതൊക്കെ ഇവൻ നന്നായിട്ട് നോക്കുക ചെയ്യാ. ഇപ്പൊ തന്നെ കമ്പനിയുടെ പകുതി ഭാഗം ഇവനെ ഏൽപ്പിച്ചപ്പോ ഇവൻ അതൊക്കെ നന്നായിട്ട് ചെയ്താ. എന്നാ പിന്നെ MD സാറേ, മുത്തച്ഛനും നിന്റെ ഏട്ടനും പറഞ്ഞ പോലെ എല്ലാം ചെയ്യാൻ നോക്ക്. എന്ത് സഹായത്തിനും ഞങ്ങൾ കൂടെ തന്നെയാണ്. വാജയ. ശരി. അമ്മ വീഡിയോ കോൾ ചെയ്യുക. എന്താ അമ്മേ? നീ ആ കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചത്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? കസേര ഇരിക്കുന്ന കാണാൻ വിളിച്ചു പോലും. ഈ കസേരയിലെ ഉറച്ചിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ നേരത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി ഓരോരുത്തർ വിളിക്കുന്നത്. എടാ മോനെ, ഞാൻ നിന്നെ ശരിക്കും കാണട്ടെടാ. ഓ ദേ കണ്ടോ, കാണുന്ന ആരിൽ പറഞ്ഞോ? നീ നോക്ക് ചലച്ചേ, അവന് എവിടെ കസേരയിൽ ഇരിക്കുന്നത് കട്ടാക്കിക്കോട്ടെ. എന്നാലും അവൻ ആ കസേരയിലെ കയറി പറ്റില്ലോ ജാനകി. നീ ഭാഗ്യമുള്ളവളാ. ആദർശന് മറികടന്ന് ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആരും വിചാരിച്ചതല്ല. ഇനിയിപ്പോഴേ ആദർശ് മടങ്ങി വരരുതേന്ന് പ്രാർത്ഥിക്കണേ. ആദർശും അവന്റെ മുത്തശ്ശനും തമ്മിലുള്ള പിണക്കുവേ മാറരുതേന്നും പ്രാർത്ഥിക്കേ. അയ്യോ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നീ കൂടുതലൊന്നും പറയണ്ട. എല്ലാ അമ്മമാരുവേ മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരൊക്കെ തന്നെയാ. ദേ ഇവിടെ ഒരാളുണ്ടല്ലോ നമ്മുടെ ഏട്ടത്തി. അനിയെ അവർക്ക് വലിയ സ്നേഹമൊക്കെ തന്നെയാ. ഏട്ടന്റെ കസേരയിൽ അനിയൻ ഇരിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെയാ എല്ലാവരും. ദേ ഇവിടെ ഇപ്പൊ രാമായണത്തിലെ കഥകൾ അലയടിക്കുന്നുണ്ടല്ലോ. അന്ന് ജീവിച്ചവരൊക്കെ ദൈവികത്വമുള്ളവരാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? കൈകേയിക്ക് ഒരു വരം കിട്ടിയപ്പോ ദേവി അത് മുതലാക്കിയില്ലേ? മൂത്ത മോൻ കാട്ടിലേക്ക് പോകുന്നത് ദശരഥ മഹാരാജാവിന് മരിക്കുന്നതിന് തുല്യമാണെന്ന് അറിഞ്ഞിട്ടും രാമനെ കാട്ടിലേക്ക് വിടാൻ പറഞ്ഞില്ലേ ദേവി? അത് അങ്ങനെയാ ജാനകി. ലോകം ഉണ്ടായ കാലം മുതലേ നമ്മൾ അമ്മമാർ അങ്ങനെയൊക്കെ തന്നെയാ. മക്കളുടെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ എല്ലാ അമ്മമാർക്കും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നീ നിന്റെ മോന്റെ കാര്യത്തിൽ ഇച്ചിരി സ്വാർത്ഥത കാണിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പിന്നെ നയന വലിയ ഡിസൈനറൊക്കെയാണ്. ആദർശനും അത്യാവശ്യം ബിസിനസ് ഒക്കെ അറിയാം. അതുകൊണ്ടേ അവരങ്ങ് ജീവിച്ചു പൊക്കോളും. പാവോ, നിന്റെ മോനിപ്പോ കുടുംബമുണ്ടോ? അവന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടോ? പിന്നെ ഇങ്ങനെയെങ്കിലും അവനൊന്ന് സന്തോഷിക്കട്ടെ ജാനകി. അല്ല, ഇതൊന്നും അവന് സന്തോഷമല്ലല്ലോ ചലച്ചേ. അവന് ആദർശിനോർത്ത് കരയല്ലേ? ആ കരച്ചിലൊക്കെ മാറിക്കോളും.
ഈ രാഷ്ട്രീയക്കാരുടെ കാര്യമൊക്കെ നീ കണ്ടിട്ടില്ലേ? വലിയ വലിയ നേതാക്കള് ചെറുപ്പക്കാര് പിള്ളേരെ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആക്കുമ്പോ അവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. ആ സ്ഥാനത്ത് എത്തിച്ചവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാ നാളെ അവർ കൊടുത്ത സ്ഥാനമാനങ്ങൾ ഇട്ടിട്ട് പോവാൻ പറഞ്ഞാ അവരിട്ടിട്ട് പോവോ? ഇവിടെ ജനിച്ചു വീഴുമ്പോ മുതല് അടിയും ഇടിയും തൊഴിയും കൊണ്ട് സമരവും നടത്തി എത്ര പയ്യന്മാരെ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അവസരം വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അച്ഛന്മാര് മക്കളെ വാഴിക്കും. അതാണ് നാട്ടിൽ പോലും നടക്കുന്നത്. പിന്നെ ഈ വീട് മാത്രം എന്തിനാണ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്? ബാറ്റൺ കൈമാറി കഴിഞ്ഞു. ഇനി അനിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം. അവിടെ MD-യുടെ അമ്മയാണ് നീ. മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ MD-യുടെ അമ്മ. അതിന്റെ ഒരു ഗമയും പത്രാസും ഒക്കെ നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ വേണം ജാനകി. ഇതിന്റെ പേരിൽ അഹങ്കാരം കയറ്റി ഇവളും മറ്റവളും തമ്മിൽ അടിച്ചൊരു വഴിയാകുന്നെങ്കിൽ ആയിക്കോട്ടെ. അബി നോക്കടാ, നിന്റെ ഇളയമായി ഷെയർ ചെയ്ത ഫോട്ടോ നോക്ക്. എന്നെ പുറത്താക്കിയവനെ ഇപ്പൊ മൂർത്തിസ് ഗ്രൂപ്പിന്റെ MD ആയി. ഇവൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്വാർത്ഥനും തന്ത്രശാലിയുവാ. ഏട്ടന്റെ സിംഹാസനം ഏറ്റെടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഇവിടെയുള്ളവരെ കരഞ്ഞു കാണിച്ചിട്ട് എത്ര അന്തസ്സായിട്ടാ അവിടെ പോയി ഇരിക്കുന്നത്. അവൻ എന്ത് ആഗ്രഹിച്ചാലും അവനത് നേടിയിരിക്കും. അതാണ് അവന്റെ സ്വഭാവം. ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഈ വീടിനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ നീ ഓർത്തു നോക്കി. അനാമികയെ പുറത്താക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതെന്തായാലും നടന്നു. ഇനി നാളെ ഡിവോഴ്സ് നടക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഭയക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് ആയിരിക്കും. നിന്റെ വാക്കുകൾ കേൾക്കാതെ എന്നെ ഈ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവളെ അവൻ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നന്ദുവിനെ ഇവിടേക്ക് അവൻ കൊണ്ടുവന്നത് തന്നെയാണ്. അത് തടയണമെന്ന് ആർക്കും പറ്റില്ല. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാ അബി. അതിന്റെ മുന്നോടിയായിട്ടാ നിന്നെ AN ജ്വല്ലറിയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നത്. നീയും ഇതുപോലെ കറങ്ങുന്ന കസേരയിലിരിക്കണം. അത് എനിക്കും ഇതുപോലെ ഷെയർ ചെയ്യണം. അതിന് കടമ്പകൾ ഒരുപാടാണ് നബിയെ. ഒരു കടമ്പയില്ല. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മാത്രം മതി. ആരാ നിന്നെ തടയുന്നത്? ഏട്ടൻ പോയപ്പോ അനിയൻ തലപ്പത്തായി. അവിടെ നീ എന്ന് പറയുന്ന ഒരു കൊച്ചുമോൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നിന്റെ മുത്തശ്ശൻ ഓർത്തില്ലല്ലോ. അങ്ങനെ ആകെ ചെയ്ത നല്ല കാര്യം മൂത്ത കൊച്ചുമോനെ പുറത്താക്കി എന്നുള്ളതാ. മുത്തശ്ശൻ എന്തുകൊണ്ടാണ് അനി MD ആക്കിയതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആദർശിന്റെ നിഴലാണ് അവൻ. അവനെ കൊണ്ട് ഒരിക്കലും കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെപ്പറ്റി എന്തിനാ നമ്മൾ ആലോചിക്കുന്നത്? നമ്മളിപ്പോ കൂറ് കാണിക്കേണ്ടത് AN ജ്വല്ലറിയോടാ. നമുക്ക് അന്നം തരുന്നവരാരാണോ അവർ ഉയരങ്ങളിലെത്തണം. അതാ എന്റെ പോളിസി. അവിടെ അനിയെ പോലൊരു കഴിവ് കെട്ടവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ട് ജ്വല്ലറി തകരുന്നെങ്കിൽ തകരട്ടെ. അതോടെ തകർന്ന ജ്വല്ലറിയുടെ ചിത്രങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ നിന്ന് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടേ ഇപ്പൊ നിന്റെ ഇളയമ്മായി ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുക എന്ന് വെച്ചാ ഇനി പറഞ്ഞു നടക്കാലോ അവർ MD-യുടെ അമ്മയാണെന്ന്. ആ ഡേവിഡ് റഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ഡയമണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കള്ളക്കടത്തായിരിക്കും അല്ലേ? കിരണായിട്ട് ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്ന അവരുടെ ആഡ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഡയമണ്ടിന്റെ പ്രത്യേകം ശേഖരണം ഉണ്ടെന്നൊക്കെ പറയുന്നത് പുതിയ ബ്രാഞ്ചില്. അതുപോലെ തന്നെയാണ് ഇന്റീരിയർ വർക്ക് നടക്കുന്നത്. നമ്മളൊരു ഡിസൈൻ അവർക്ക് കൊടുത്തതാ. പക്ഷെ അത് അവർക്ക് പോരാ. അത് മാത്രമല്ല ഇപ്പൊ ക്യാഷ് ഡീലിംഗ്സ് കുറവാണല്ലോ. ബാങ്ക് ട്രാൻസാക്ഷൻ ആണല്ലോ കൂടുതൽ നടക്കുന്നത്. പക്ഷെ അയാൾ ഒരു 25 lakhs ക്യാഷ് ആയിട്ട് തരാന്നൊക്കെയാ പറയുന്നത്. അത് വേണ്ട, ചെക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അങ്ങനെ ബലം പിടിച്ചില്ല. അങ്ങനെ ചെയ്താ അയാൾക്ക് സംശയം തോന്നിയാലോ? എടാ നീ കിട്ടുന്നൊക്കെ വാങ്ങിച്ചോ? അതൊക്കെ നമുക്ക് ചിലപ്പോൾ തെളിവായിട്ട് വന്നേക്കാം. കഴിഞ്ഞ തവണ ഞാൻ ഈ വേഷം കിട്ടി അവിടെ ചെന്നപ്പോഴാണ് നവ്യ അഭിയം കണ്ടത്. അവര് അവിടെ രഹസ്യമായിട്ട് ജോയിൻ ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് എന്തായാലും എതിർപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആരും അറിയാതെ അവിടെ കയറി കൂടാനുള്ള സാധ്യതയുണ്ട്. ചേച്ചിയുടെ വിചാരം ചേച്ചി വലിയ സുന്ദരി ആയതുകൊണ്ടാണ് അവര് മോഡലാക്കിയതെന്ന്. അതിന് പിന്നില് അവർക്ക് വ്യക്തമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും ചേച്ചിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിലും നിന്റെ ചേച്ചിക്ക് കാര്യമായി ബുദ്ധിവികാസം ഇല്ലാന്ന് കല്യാണി എപ്പോഴും എന്നോട് പറയാറുണ്ട്. അത് ഏറെക്കുറെ എനിക്കും അറിയാം. കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് കുടുംബത്തിലുള്ളവരെ വെല്ലുവിളിക്കുന്നത് അവൾക്ക് സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. അവളെ ഇനി നന്നാക്കാനൊന്നും പറ്റില്ല കിരണേ. അവള് കൂടെ കൂടിയത് നല്ലൊരുത്തിനൊപ്പം ആയിരുന്നെങ്കിൽ അവളെ നേർവഴിക്ക് നയിച്ചേനെ. ഇവിടെ അവളെ എങ്ങനെയൊക്കെ കുരുക്കാന്ന് ചിന്തിക്കുന്ന ഒരുത്തിന് ഒപ്പം കൂടിയിരിക്കുന്നത്. അബിയുടെ ഫോൺ നമ്പർ ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട്. അവൻ ആരെ വിളിച്ചാലും അത് നമുക്കറിയാൻ പറ്റും. അല്ല, ഈ ദുബായ് കേന്ദ്രമാക്കിയാണല്ലോ AN ജ്വല്ലറിയുടെ തുടക്കം. എന്തെങ്കിലും നിങ്ങൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ ആരെങ്കിലും ദുബായിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് അറിയോ? അന്ന് ഞാൻ ദുബായിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അതേപറ്റി മുത്തച്ഛനോട് ഒരുപാട് ചോദിച്ചത്. അച്ഛനും ഇളയച്ചനും അതിനുവേണ്ടി ഒരുപാട് തലയും പുകച്ചു. പക്ഷേ അങ്ങനെ ആരും ഉള്ളതായിട്ട് അവർക്കാർക്കും അറിയില്ല. ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മുത്തച്ഛൻ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡേവിഡ് എന്ന ആളെ പറ്റി എന്റെ വീട്ടിലോ കമ്പനിയിലോ ആർക്കും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും വേണ്ടല്ലോ. തൊട്ടടുത്ത് അവർക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഹോട്ടലുകാരെ തകർക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. ഒരു ഗുണ്ടാക്രമണം അല്ലെങ്കിൽ ഫുഡ് പോയിസൺ, അത്രയും മതിയല്ലോ ഒരു ബിസിനസ് തകർക്കാൻ. അതുപോലെ മൂർത്തീസ് ജ്വല്ലറി ഒതുക്കിയാലേ അവർക്ക് വളരാൻ പറ്റുമെന്ന് അവർ ഇതിനോടകം മനസ്സിലാക്കി കാണും. അതുകൊണ്ടായിരിക്കും ഇതുപോലെ തരം താണ കളികൾ അവർ കളിക്കുന്നത്. എടാ, അതിന് എന്റെ ജയിൽവാസം പോലും അവർ ആഗ്രഹിച്ചല്ലേ? എടാ, നീയല്ലേ മൂർത്തീസ് ജ്വല്ലറിയുടെ നട്ടല്. നിന്നെ ആയിട്ട് നിർത്തിയാൽ മൂർത്തീസ് ജ്വല്ലറി തകരുമെന്ന് അവരങ്ങ് കണക്കൂട്ടി. നീ ജയിലിലായാലും അകന്നു നിൽക്കുന്നതിന് തുല്യല്ലേ? ഇപ്പോഴാണെങ്കിലേ MD സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. നിന്റെ കുടുംബത്തിന്റെ പൾസ് അറിയാവുന്ന ആരോ ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ഞാനും അത്രേ പറയുന്നുള്ളൂ. ആ ആളെ തേടിയ ഈ യാത്ര. നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഒന്ന് കല്യാണിയുടെ അടുത്താക്ക്. ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് സേവിയറിനെ കാണാം. ശരി. ഹായ്. താങ്ക് യു. ഡയമണ്ട് കളക്ഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? ഡയമണ്ട് കളക്ഷൻ മാത്രമല്ല, ഇതുവരെ കാണാത്ത പുതിയ പുതിയ ഡിസൈനിലെ ഓർണമെന്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ന്യൂ ജനറേഷന് പറ്റിയ ഡിസൈൻ രൂപപ്പെടുത്തിയെടുക്കാനുള്ള തിരക്കിലാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ടാലന്റ് ഉള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഒന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. യു നീഡ് എനി ഹെൽപ്പ്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ എത്തിയില്ലേ.
അപ്പൊ പിന്നെ അതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഓ അച്ഛാ അച്ഛാ. പിന്നെ ഞാൻ ഈ ഡീലിനെ പറ്റി മറ്റ് സ്റ്റേറ്റ്സിലുള്ള പ്രധാന ഡീലേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 1 ജുവലേഴ്സുമായിട്ട് സംസാരം നടന്നു കഴിഞ്ഞു. എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതിന് മുകളിൽ ഒരു ബിസിനസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതിന്റെ ഗുണം സിംഗിന് കിട്ടും. ഞങ്ങൾ കമ്മീഷൻ ഒന്നും കുറയ്ക്കാറില്ല. കോടികൾ നേടുമ്പോ അതിനൊരു അംശം സിംഗിനും അവകാശപ്പെട്ടതാ. അതൊക്കെ നമുക്ക് സാവകാശം സംസാരിക്കാം. ഇപ്പൊ പ്രോഡക്റ്റ് കാണട്ടെ. കാണാം, വരൂ സർ. എടാ, നിന്റെ സഹായത്തോടെയാ ഞാൻ ഗംഗാപ്രസാദിന്റെ ലൊക്കേഷൻ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നീ സഹായിക്കണം. ഈ ഗംഗാപ്രസാദിന്റെ കാര്യം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം അവന്റെ ഫോണല്ല അവൻ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഡേവിഡിന്റെ ഫോണിൽ നിന്ന് പോകുന്ന കോളൊക്കെ ആർക്കാണെന്ന് നിനക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അയാളുടെ പിന്നാലെ തന്നെ ഞാൻ ഇനി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾ ഒരു തരികിട പാർട്ടിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അയാൾ വിളിക്കുന്ന പല കോളുകളും എന്റെ സിസ്റ്റത്തിൽ കിട്ടുന്നില്ലെങ്കിൽ എന്നെ പോലെ തന്നെ അയാളും മറ്റാരുടെയും സഹായം തേടുന്നുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പാടുന്നില്ല. അയാളെ കുറിച്ച് ആദ്യം കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കട്ടെ. എടാ, അയാൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. അയാളെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അതെ, യഥാർത്ഥ